ഓരോ ദേശത്തിനും ഓരോ കഥകളുണ്ട്, ഓരോ ഓർമ്മകളുമുണ്ട്. ചിലത് എഴുതി വെച്ചവ, ചിലത് നമ്മൾ കേട്ടവ. എക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ വാണിപ്രഭ, ഒരു ശരാശരി മലയാളി. ലെജൻസ് ദാറ്റ് എക്കോ കൊച്ചിൻ സീരീസിലെ 4ാമത്തെ എപ്പിസോഡിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഐതിഹ്യമാലയിലെ 52ാമത്തെ കഥയായ ചേരാനെല്ലൂർ കുഞ്ഞുകർത്ത എന്ന കഥയാണ്. ഇത് എറണാകുളത്തിൻ്റെ കഥയാണ്. എറണാകുളം ഇന്നത്തെ പോലെ തിരക്കേറിയ നഗരമാകുന്നതിന് മുൻപ്, പാലങ്ങളും റെയിൽവേയും ഉണ്ടായതിനു മുമ്പ്, പെരിയാറിൻ്റെ തീരത്ത് ഒരു ശാന്തമായ പ്രദേശമുണ്ടായിരുന്നു. അത് ചേരാനെല്ലൂർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അവിടെയായിരുന്നു ഒരു ശക്തമായ കുടുംബം ജീവിച്ചിരുന്നത്, ചേരാനെല്ലൂർ കർത്താക്കൾ. 7 നൂറ്റാണ്ടുകൾക്ക് മുൻപ്, അതായത് അറൗണ്ട് 13th സെഞ്ച്വറിയാണ് ഈ കഥ തുടങ്ങുന്നത്. കേരളം നിരവധി ചെറിയ രാജ്യങ്ങളും ശക്തമായ കുടുംബങ്ങളും ചേർന്ന ഒരു ഭൂമിയായിരുന്നു. അങ്ങനെയൊരു കാലത്താണ് ചേരാനെല്ലൂർ കർത്താക്കൾ ഉയർന്നു വരുന്നത്. അവർ വെറും ഭൂമുടമകൾ മാത്രമായിരുന്നില്ല, അവർ നാടിവാഴികളുമായിരുന്നു. ചേരാനെല്ലൂർ, ചിറ്റൂർ, വരാപ്പുഴ ഇങ്ങനെ പല പ്രദേശങ്ങളിലും അവരുടെ അധികാരമുണ്ടായിരുന്നു ആ കാലത്ത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, ആ കാലഘട്ടത്തിൽ ഭൂമി എന്നത് ഒരു ശക്തിയായിരുന്നു. കർത്താക്കൾ വലിയ ജന്മിമാരായിരുന്നു. കർഷകർ അവരുടെ ഭൂമിയിൽ കൃഷി ചെയ്തു, ഗ്രാമങ്ങൾ അവരുടെ ചുറ്റിലും വളർന്നു. അവർ നികുതി ശേഖരിച്ചു, നാട്ടിൽ സമാധാനം നിലനിർത്തി, പ്രദേശത്തെ നിയന്ത്രിച്ചു. ഇവർക്കൊപ്പം തന്നെ 5 കൈമളുകൾ പോലെയുള്ള മറ്റ് ശക്തികളും ഉണ്ടായിരുന്നു. ഇന്നത്തെ എറണാകുളത്തിന് 5 കൈമൾ നാട് എന്നും പേരുണ്ടായിരുന്നു അത്രേ. ചേരാനെല്ലൂർ കർത്താക്കൾ ആ മേഖലയിൽ പ്രധാന ശക്തികളിലൊന്നായിരുന്നു. ചേരാനെല്ലൂർ കർത്താക്കളുടെ കഥ പറയുമ്പോൾ ഒരു കാര്യം മറക്കാൻ പാടില്ല. അത് അവരുടെ മതപരമായ പൈതൃകമാണ്. ക്ഷേത്ര സംസ്കാരത്തിൻ്റെ കാലമായിരുന്നു അന്ന്. ക്ഷേത്രങ്ങളും പള്ളികളുമായിരുന്നു ജീവിതത്തിൻ്റെ കേന്ദ്രം. ആ കേന്ദ്രങ്ങളെ നിർമ്മിച്ചതും സംരക്ഷിച്ചതും പിന്തുണച്ചതും ചേരാനെല്ലൂർ കർത്താക്കൾ പോലെയുള്ള കുടുംബങ്ങളായിരുന്നു. ആദ്യം നമ്മൾക്ക് പറയേണ്ടത് ചിറ്റൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, ശ്രീ ചക്രേശ്വരി ക്ഷേത്രം, പാരമര ദേവീക്ഷേത്രം, എറണാകുളം നോർത്ത് ഭാഗത്തുള്ളത്. ഇതൊക്കെയാണ് ഇവരുടെ കീഴിലുണ്ടായിരുന്ന പ്രധാന ക്ഷേത്രങ്ങൾ. പക്ഷെ അതുമാത്രമല്ല കേട്ടോ. ചേരാനെല്ലൂർ പ്രദേശത്തും ചുറ്റുമുള്ള സ്ഥലങ്ങളിലും ചെറിയ ഭഗവതി ക്ഷേത്രങ്ങളും കാവുകളും കർത്താക്കളുടെ കീഴിലായിരുന്നു. കർത്താക്കൾ ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രമല്ല നിർമ്മിച്ചത്. അവർക്ക് കേരളത്തിൻ്റെ മതസൗഹൃദത്തിൽ വലിയ പങ്കുമുണ്ട്. വരാപ്പുഴ പള്ളി, ഇന്നത്തെ ബസിലിക്ക, ഈ പള്ളി കർത്താക്കൾ നൽകിയ ഭൂമിയിലാണ് നിർമ്മിക്കപ്പെട്ടത്. ഇത് പിന്നീടായി കേരളത്തിലെ പ്രധാനമായ കത്തോലിക്ക കേന്ദ്രങ്ങളിലൊന്നായി മാറി. ഇത് നമ്മോട് പറയുന്നത് ഒരു കുടുംബം തൻ്റെ അധികാരം ഒരു മതത്തിൽ ഒതുക്കാതെ മുഴുവൻ സമൂഹത്തിനും നൽകിയിരുന്നു. കാലം മാറി. കൊച്ചി രാജവംശം ശക്തമായി. വിദേശ ശക്തികളെത്തി. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്. ഇതോടെ കർത്താക്കളുടെ അധികാരം കുറയാൻ തുടങ്ങി. എന്നാൽ ഒരു കാര്യം മാറിയില്ല, അതവരുടെ ഭൂമി. പിന്നീട് നഗരങ്ങൾ വളരാൻ തുടങ്ങി. റെയിൽവേ വന്നപ്പോൾ എറണാകുളം ഒരു നഗരമായി മാറി. ഇന്നത്തെ എറണാകുളത്തിൻ്റെ വലിയൊരു ഭാഗം കർത്താക്കളുടെ പഴയ ഭൂമിയായിരുന്നു. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, പൊതുസ്ഥലങ്ങൾ, അവയെല്ലാം ഒരിക്കൽ അവരുടെ സ്വത്തായിരുന്നു. ഇന്നും നാട്ടിൽ ഒരു പേര് കേൾക്കാം, കുഞ്ഞു കർത്താവ്. അദ്ദേഹത്തെക്കുറിച്ച് പല കഥകളുമുണ്ട്. അദ്ദേഹത്തിന് അത്ഭുതശക്തി ഉണ്ടായിരുന്നുവെന്ന് ചിലർ പറയുന്നു. വളരെ ബുദ്ധിമാനായിരുന്നുവെന്ന് മറ്റു ചിലർ പറയുന്നു. നമുക്കുറപ്പില്ല. എന്തായാലും ആ കഥകൾ ഇന്നും ജീവിക്കുന്നു. ചേരാനെല്ലൂർ കുടുംബം അവർ ഒരു കുടുംബം മാത്രമായിരുന്നില്ല. അവർ എറണാകുളത്തിൻ്റെ മതസാംസ്കാരിക അടിത്തറ കൂടിയായിരുന്നു. ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ചേരാനെല്ലൂർ കുഞ്ഞു കർത്താവിനെക്കുറിച്ച് പല രസകരമായ കഥകളും നമ്മൾക്കായി എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ചെറിയ ഒരു കഥ മാത്രം ഞാനിവിടെ പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ചിലർ പറയുന്നു അദ്ദേഹത്തിന് അത്ഭുത ശക്തി ഉണ്ടായിരുന്നുവെന്ന്. എന്തായാലും ഈ കഥ നമ്മൾക്ക് കേൾക്കാം. ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കഥ ഇങ്ങനെ പോകുന്നു. ചേരാനെല്ലൂർ കർത്താവിൻ്റെ ഭവനം കണിയന്നൂർ താലൂക്കിൽ ചേരാനെല്ലൂർ ദേശത്താണ്. ഇടപ്പള്ളി തീവണ്ടി സ്റ്റേഷനിൽ നിന്ന് 2 നാഴിക വടക്കു മാറിയാണ് ഈ ഭവനം. ഇവരെ സാധാരണയായി പറഞ്ഞു വരുന്നത് ചേരാനെല്ലൂർ കർത്താവ് എന്നാണെങ്കിലും ഇവരുടെ കുടുംബത്തേക്കുള്ള സ്ഥാനപ്പേര് കുന്നത്ത് രാമകുമാര കൈമൾ എന്നാണ്. പണ്ട് ഇവരുടെ തറവാട് വരാപ്പുഴയായിരുന്നു. എറണാകുളം ജില്ലയ്ക്ക് 5 കൈമൾ ജില്ല എന്നൊരു പേരുണ്ടോ എന്ന് പറഞ്ഞുവല്ലോ. ആ സ്ഥലം 5 കൈമൾമാരുടെ വകയായിരുന്നു. അങ്ങനെയാണ് ഈ ജില്ലയ്ക്ക് ഈ പേര് സിദ്ധിച്ചത്.
കർത്താവെന്നും കൈമളെന്നും പണിക്കരെന്നും കുറുപ്പെന്നുമുള്ള സ്ഥാനങ്ങൾ രാജാക്കന്മാർ കൽപ്പിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ കിട്ടിയ ഒരു സ്ഥാനമാണ് ചേരാനല്ലൂർ കർത്താവിൻ്റെയും. ചേരാനല്ലൂർ കർത്താവിൻ്റെ കുടുംബത്തിലെ സ്ത്രീകളെ പറഞ്ഞിരുന്നത് കുഞ്ഞമ്മമാർ എന്നായിരുന്നു. മേൽപ്പറഞ്ഞ പ്രകാരം പലതരത്തിലുള്ള സ്ഥാനമാനങ്ങളോട് കൂടിയ ചേരാനല്ലൂർ കുടുംബത്തിൽ ജനിച്ച ആളാണ് ഈ കഥാനായകനായ കുഞ്ഞു കർത്താവ്. ഇദ്ദേഹത്തിൻ്റെ ജനന മരണങ്ങൾ ഏതാണ്ടിലാണെന്ന് കൃത്യമായി പറയാൻ നമ്മൾക്ക് മാർഗമില്ല. എന്നാലും അദ്ദേഹം ജീവിച്ചിരുന്നത് ഏകദേശം 300 വർഷങ്ങൾക്ക് മുൻപാണ് എന്ന് നമ്മൾക്ക് ഉറപ്പിച്ചു പറയാം. കുഞ്ഞു കർത്താവ് ചെറുപ്പത്തിൽ തന്നെ സ്വദേശം വിട്ടുപോയി. ഏതാനും കൊല്ലം പരദേശങ്ങളിൽ സഞ്ചരിക്കുകയും താമസിക്കുകയും ചെയ്തിരുന്നു. ആ ദിക്കുകളിൽ നിന്ന് അദ്ദേഹം മന്ത്രവാദം, വൈദ്യം, പാട്ട്, വീണവായന, ഇന്ദ്രജാലം മുതലായ പല വിദ്യകളിൽ പ്രാവീണ്യം നേടി. അതിനുശേഷമാണ് അദ്ദേഹം സ്വദേശത്തേക്ക് തിരിച്ചെത്തിയത്. സ്വദേശത്ത് വന്നതിന് ശേഷവും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വേഷവിധാനങ്ങൾ പരദേശിയുടെ തന്നെയായിരുന്നു. കുഞ്ഞു കർത്താവിന് പല വിദ്യകൾ അറിയാമായിരുന്നുവെങ്കിലും അദ്ദേഹം അധികമായി പ്രയോഗിച്ചിരുന്നത് ഇന്ദ്രജാലമാണ്. അതിനാൽ ആ വിഷയത്തിലാണ് അധികം പ്രസിദ്ധനായതും. വിശേഷിച്ച് അദ്ദേഹം ചില കുട്ടിച്ചാത്തന്മാരെയും സേവിച്ച് വശംവദരാക്കിയിരുന്നു. കുഞ്ഞു കർത്താവ് പരദേശത്ത് നിന്ന് മടങ്ങി വരുന്ന കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തറവാട്ടിൽ മൂപ്പ് സ്ഥാനം ലഭിച്ചു. പക്ഷേ അദ്ദേഹം കുടുംബകാര്യങ്ങളൊന്നും അന്വേഷിച്ചിരുന്നില്ല. അവയെല്ലാം അനന്തരവരെ കൊണ്ട് നടത്തിക്കുകയാണ് ചെയ്തിരുന്നത്. അദ്ദേഹം മിക്കപ്പോഴും താമസിച്ചിരുന്നത് രാജസന്നിധിയിലാണ്. ചിലപ്പോൾ മാത്രമേ സ്വഗൃഹത്തിൽ താമസിച്ചിരുന്നുള്ളൂ. പഴയ കൊച്ചി സംസ്ഥാനത്ത് വടുതലപ്പുഴയ്ക്ക് വടക്കുള്ള നികുതി മുഴുവനും പിരിച്ച് സർക്കാരിലേക്ക് അടയ്ക്കുന്നതിന് ചേരാനല്ലൂർ കർത്താവിനെ കൽപ്പന പ്രകാരം അധികാരപ്പെടുത്തിയിരുന്നു. വളരെ കാലം അവർ ഈ ജോലി ശരിയായി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരാണ്ടിൽ നികുതി അടച്ചു തീർക്കാതിരുന്നതിനാൽ സർക്കാരിൽ നിന്നും കർത്താവിനെ വിളിക്കാൻ ആളുകളെ അയച്ചു. അപ്പോൾ കുഞ്ഞു കർത്താവ് ഗൃഹത്തിലുണ്ടായിരുന്നു. തറവാട്ടുകാര്യങ്ങൾ അന്വേഷിക്കുകയും നികുതി പിരിച്ച് സർക്കാരിൽ അടയ്ക്കുകയും മറ്റും ചെയ്തിരുന്ന അനന്തരവൻ പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല. പുറത്തെവിടെയോ പോയിരിക്കുകയായിരുന്നു. അതിനാൽ കുഞ്ഞു കർത്താവ് ആ വന്ന ആളോട് അനന്തരവൻ ഇപ്പോൾ ഇവിടെയില്ല, അയാൾ എന്തോ കാര്യത്തിന് പുറത്തെവിടെയോ പോയിരിക്കുകയാണ്, എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, അതിനാൽ നിങ്ങൾ നാളെ വരണം, അപ്പോഴേക്ക് അനന്തരവൻ എത്തുകയും ചെയ്യും, അയാൾ വന്നില്ലെങ്കിലും നാളത്തേക്ക് ഞാൻ പണം ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞു. വന്നയാൾ അത് കേട്ട് മടങ്ങുകയും അടുത്ത ദിവസം വീണ്ടും വരികയും ചെയ്തു. പക്ഷെ അന്നും കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്ന അനന്തരവൻ കർത്താവ് വന്നിട്ടില്ലായിരുന്നു. എങ്കിലും താൻ പറഞ്ഞിരുന്നത് പോലെ ചെയ്യാതിരിക്കുന്നത് വിഹിതമല്ലല്ലോ എന്ന് വിചാരിച്ച് കുഞ്ഞു കർത്താവ് അകത്തുനിന്ന് ഒരു പെട്ടിയെടുത്തുകൊണ്ട് വന്ന് തുറന്ന് സർക്കാരിലേക്ക് കൊടുക്കുവാനുണ്ടായിരുന്ന സംഖ്യ മുഴുവൻ അതിൽ നിന്ന് എണ്ണിക്കൊടുത്തു. അത് മുഴുവൻ അക്കാലത്ത് കൊച്ചി രാജ്യത്ത് നടപ്പുണ്ടായിരുന്ന ഇരട്ടി പുത്തനായിരുന്നു. മുഴുവൻ എണ്ണിക്കഴിഞ്ഞപ്പോൾ പുത്തനെക്കുറിച്ച് വല്ല സംശയവുമുണ്ടെങ്കിൽ വെട്ടിമുറിച്ചോ ഉരുക്കിയോ നോക്കിക്കൊള്ളണം എന്ന് കുഞ്ഞു കർത്താവ് പറഞ്ഞു. വന്നിരുന്ന ആൾ വേണ്ടും വിധം പരിശോധനയെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാം നല്ല പുത്തൻ തന്നെയാണ്, സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞ് പുത്തനെല്ലാം വാരിക്കെട്ടി കൊണ്ടുപോയി. അയാൾ പോയി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അനന്തരവൻ കർത്താവ് വന്നു. അപ്പോൾ അദ്ദേഹത്തോട് നികുതി വക പണത്തിന് സർക്കാരിൽ നിന്ന് ആളെ അയച്ചിരുന്നുവെന്നും താൻ പണമുണ്ടാക്കി കൊടുത്തയച്ചു എന്നും കുഞ്ഞു കർത്താവ് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ അനന്തരവൻ കർത്താവ് വല്ലാതെ ഭയപ്പെട്ടു. കാരണം അവരുടെ കയ്യിൽ പണമുണ്ടായിരുന്നില്ലെന്ന് അനന്തരവന് നന്നായി അറിയാമായിരുന്നു. പിന്നെ പണമുണ്ടാക്കി കൊടുത്തയച്ചത് ഇന്ദ്രജാലം കൊണ്ടായിരിക്കണമല്ലോ. അതിനാൽ അനന്തരവൻ കർത്താവ് അയ്യോ അത് വേണ്ടായിരുന്നു, സർക്കാരിനെ വഞ്ചിക്കുന്നത് വിഹിതമല്ലല്ലോ എന്നു മാത്രമല്ല സംഗതി വെളിപ്പെടുമ്പോൾ നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും എന്ന് പറയുകയും പണം കൊണ്ട് ക്ഷണത്തിൽ എറണാകുളത്തേക്ക് പോവുകയും ചെയ്തു. എറണാകുളത്തെത്തി പണം ഏറ്റുവാങ്ങേണ്ടിരുന്ന ഉദ്യോഗസ്ഥരുടെ അടുക്കൽ ചെന്ന് നികുതി വക പണം ഹാജരാക്കിയിരിക്കുന്നു, ഇത് ഏറ്റുവാങ്ങിയ രസീത് തരണം എന്ന് പറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥർ നികുതി വക പണമെല്ലാം ഇവിടെ അടച്ചു തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് കാരണവർ കൊടുത്തയച്ച പണം വേറൊരിനമാണ്, അതിനാൽ അത് മടക്കി തരികയും ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പണം ഏറ്റുവാങ്ങി പ്രമാണം തരികയും ചെയ്യണമെന്ന് നിർബന്ധിച്ചു. അങ്ങനെ നിർബന്ധിച്ചതിനാൽ ആ ഉദ്യോഗസ്ഥർ അതിന് സമ്മതിച്ചു. കാരണവർ കൊടുത്തയച്ച പണം എടുത്തുകൊണ്ടുവന്ന് എണ്ണി ഏൽപ്പിക്കുന്നതിനായി അഴിച്ചു നോക്കിയപ്പോൾ അത് മുഴുവനും ഇരട്ടിപ്പുത്തിൻ്റെ വലിപ്പത്തിൽ വൃത്താകൃതിയിൽ മുറിച്ച ഓലക്കഷ്ണങ്ങളായിരുന്നു. അത് കണ്ട് എല്ലാവരും വിസ്മയിക്കുകയും നികുതി വക പണം ഏറ്റുവാങ്ങിക്കൊണ്ട് അതിനുള്ള രസീതും കൊടുക്കുകയും ചെയ്തു. കുഞ്ഞു കർത്താവ് പരദേശത്തിൽ നിന്ന് മടങ്ങി വന്നിട്ട് ആദ്യം പ്രയോഗിച്ച വിദ്യയായിരുന്നു ഇത്. ഇത് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി സർവത്ര പരന്നു.
ഇതാണ് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്ന ഒരു സംഭവം. ഇതുപോലെ പല സംഭവങ്ങളുമുണ്ട്. രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും കുഞ്ഞു കർത്താവിൻ്റെ ജാലവിദ്യ കാണാൻ പലരും വന്നതും അതിൻ്റെ രസകരമായ സംഭവങ്ങളുമാണ് ഈ കഥയുടെ ബാക്കിയായി ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായി എന്ന് കരുതുന്നു. എന്തായാലും പിന്നീട് ചരിത്രം മാറി, സ്വാതന്ത്ര്യം വന്നു. അതോടൊപ്പം കേരളത്തിൽ ഭൂസമരങ്ങൾ നടന്നു. ഭൂമി കർഷകർക്ക് കൊടുത്തു. ജന്മി സംവിധാനം അവസാനിച്ചു. കർത്താക്കളുടെ വലിയ ഭൂമികൾ അവരുടെ കൈവിട്ടുപോയി. അവരുടെ ശക്തി ഇടിഞ്ഞു. ഇന്ന് കർത്താക്കൾ ഭരണം നടത്തുന്നവരല്ല. പക്ഷെ അവർ ഇല്ലാതായിട്ടില്ല. ചേരാനല്ലൂർ കുടുംബത്തിലെ ഇന്നത്തെ തലമുറയിലെ ചിലർ സാധാരണ ജീവൻ നയിക്കുന്നു. വ്യവസായത്തിലും വിദ്യാഭ്യാസത്തിലും സാമൂഹിക മേഖലകളിലും പ്രവർത്തിക്കുന്നു. ചിലർ കുടുംബത്തിൻ്റെ ചരിത്രം സംരക്ഷിച്ചു. പഴയ രേഖകളും ഓർമ്മകളും സൂക്ഷിക്കുന്നു. ഒരിക്കൽ ഈ എറണാകുളം പ്രദേശം നിയന്ത്രിച്ച കുടുംബം ഇന്ന് അതിൻ്റെ ചരിത്രം സംരക്ഷിക്കുന്നവരായി മാറി. ഇന്ന് എറണാകുളം നോക്കുമ്പോൾ അതിൻ്റെ വഴികളിലും ക്ഷേത്രങ്ങളിലും നഗരത്തിൻ്റെ രൂപത്തിലും ചേരാനല്ലൂർ കർത്താക്കളുടെ അടയാളങ്ങൾ ഇന്നും കാണാം. അവർ ഇനി ഭരണാധികാരികളല്ല, പക്ഷെ അവർ ഒരു പൈതൃകമാണ്. ചേരാനല്ലൂർ കർത്താക്കളുടെ കഥ ഒരു കുടുംബത്തിൻ്റെ കഥ മാത്രമല്ല, അത് കേരളത്തിൻ്റെ ഒരു വലിയ മാറ്റത്തിൻ്റെ കഥയാണ്. ഭൂമിയിൽ നിന്നുള്ള അധികാരത്തിൽ നിന്ന് സമത്വത്തിലേക്കുള്ള യാത്ര. നദി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത് പോലെ നഗരം വളർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ചരിത്രത്തിൻ്റെ ശബ്ദം ഇന്നും അവിടെ തന്നെയുണ്ട്. എറണാകുളത്തിൻ്റെ ചരിത്രത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു ആൻഡ് ടേക്ക് കെയർ.